തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൗൺസിലർമാരുൾപ്പെടെയുള്ള ഗുണ്ടകളും CPM-ന്റെ നേതാക്കന്മാരുടെ അറിവോട് കൂടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള അക്രമമാണ് അഴിച്ചുവിട്ടത്. എതിരാളികളെ കായികമായി ആക്രമിച്ച് ഇല്ലാതാക്കുന്ന, ശാരീരികമായി ആക്രമിച്ച് ഇല്ലാതാക്കുന്ന കണ്ണൂർ ശൈലി, ആ കണ്ണൂർ ശൈലിയാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അരങ്ങേറിയത്. നഗരത്തിൻ്റെ ഭരണത്തലവനായിട്ടുള്ള മേയർ, ആ മേയർ സ്വന്തം ചേംബറിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ ശാരീരികമായി അദ്ദേഹത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണമാണ് CPM ഇന്ന് നടത്തിയത്. കോർപ്പറേഷൻ ഓഫീസിൻ്റെ പുറത്ത് സമരം ചെയ്യുന്നത് മനസ്സിലാക്കാം. പക്ഷേ മേയറുടെ ചേംബറിന് പുറത്ത് മേയറെ അകത്തേക്ക് കടത്തിവിടില്ല, അദ്ദേഹത്തെ കസേരയിലിരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള സമീപനം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനാധിപത്യ പാർട്ടിക്കും ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല. ഈ തരത്തിൽ അക്രമം അഴിച്ചുവിടുമ്പോൾ മേയർക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് എവിടെയായിരുന്നു എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആഭ്യന്തര വകുപ്പിന് എന്തുകൊണ്ട് ഈ തരത്തിലുള്ള ആസൂത്രണം മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? അതോ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമെന്നുള്ള നിലയിൽ CPM-ന്റെ ഗുണ്ടകൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണോ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തത് എന്നാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ ആസൂത്രിതമായിട്ടുള്ള അക്രമത്തെക്കുറിച്ച് ഉന്നത തലത്തിലുള്ള അന്വേഷണം, ആ അന്വേഷണം നടത്തി വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള നടപടി ഉൾപ്പെടെ അക്രമകാരികൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞാൻ ചോദിക്കോട്ടെ, കോർപ്പറേഷനിൽ മേയറുടെ മുറിക്കകത്ത് വരുന്ന ആളെ മേയർ അങ്ങോട്ട് ആക്രമിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആടിനെ പട്ടിയാക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം അതെല്ലാ കാലത്തും ഉള്ളതാണ്. ആ പ്രയോഗം ഇവിടെ വീണ്ടും എടുക്കുകയാണ്. ഇത് കണ്ണൂരിലും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. കണ്ണൂരിൽ ഏറ്റവും അധികം ആളുകൾക്കെതിരായിട്ട് അക്രമം നടത്തിയതിന് ശേഷം RSSകാരെ ആക്രമിച്ചു എന്ന് ആക്ഷേപിക്കുന്ന ആളുകളാണ് CPM-കാർ. അത് തിരുവനന്തപുരത്ത് വീണ്ടും ഒരിക്കൽ കൂടി പ്രയോഗിച്ചതുകൊണ്ട് തിരുവനന്തപുരത്തെയും കേരളത്തിലെയും ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കഴിയില്ല എന്ന് അവരിനിയെങ്കിലും തിരിച്ചറിയണം. എങ്ങനെ അതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് പോകും. പരസ്പരമല്ലല്ലോ. മേയറുടെ മുറിക്ക് പുറത്ത് അക്രമം അഴിച്ചുവിട്ട ആളുകളാണ് ഉത്തരവാദികൾ. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഇതുപോലത്തെ അക്രമം നടത്തിയിട്ട് എന്താണ് മറുപടി പറയുക എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. നവകേരള സദസ്സിൻ്റെ ഇടയിൽ നടന്ന പോലീസിൻ്റെ അക്രമങ്ങളെ രക്ഷാപ്രവർത്തനം എന്ന് വിശദീകരിച്ച് അതിനെ സംരക്ഷണം കൊടുത്ത ആളാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ്. അപ്പോൾ അവർ പറയുന്നതിന് എന്ത് വില കൊടുക്കും? ഡെപ്യൂട്ടി മേയർക്കാണ് നെഞ്ചത്തും ബാക്കിയുള്ള അവരുടെ ശരീരത്തിൽ ഉൾപ്പെടെ പരിക്കുണ്ട്. ഈ വനിതാ കൗൺസിലർക്ക് പരിക്ക് പറ്റിയത് എങ്ങനെയാണ്? അവരുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ആക്രമിച്ചത് ഉന്നം തെറ്റിയിട്ട് അവരുടെ തലയിൽ വീണതാണോ എന്നുള്ളതും അതന്വേഷിക്കണം. അതിന് ഉത്തരവാദിയായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൗൺസിലർമാരെയും കണ്ടെത്തണം. BJP കൗൺസിലർമാരെന്തിനാ മേയറുടെ മുറിക്ക് കയറി അക്രമം നടത്തുമോ? ആരുടെ പ്രതിഷേധം? LDFന്റെ പ്രതിഷേധം പുറത്തല്ലേ? മേയറിൻ്റെ ചേംബറിലാണോ പ്രതിഷേധം നടത്തുക? അങ്ങനെയാണോ ബോർഡ് വെച്ചിരിക്കുന്നത്? അവർ പുറത്തല്ലേ ബോർഡ്? മേയറുടെ ചേംബറിനകത്ത് അക്രമമാണ്, പ്രതിഷേധമല്ല.